പുറത്തെ സംഘം പോയില്ലേ? പോയി. അച്യുതൻ നായർ കഴിച്ചോളൂ. എന്നിട്ട് വിശ്രമിച്ചോളൂ. വിളിക്കണ്ട. ഒരു യാത്ര കഴിച്ച് വരില്ലേ, ഞാൻ എവിടെ ഇരുന്നോളാം. അയാൾ അവിടെ അകത്ത് കയറി ഇരിക്കുകയാണ്. ആ കുറുപ്പ് ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന ആ കുപ്പി, ശരി, 2 ഗ്ലാസ്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ വിളിക്കുമ്പോ കൊണ്ടുവരണം. ഓ. ആ, അയ്യോ, വിളിക്കണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഇരിക്കൂ. പിന്നെ നാട്ടിലെ വിവരമൊക്കെ അറിഞ്ഞു കാണും. കുറച്ചൊക്കെ. പുത്തങ്കളത്തിലെ സ്ഥിതിയൊക്കെ മോശ. കുടിയിരിപ്പുകാർക്ക് 10 സെന്റ് വെച്ച് കൊടുത്തപ്പോ പിന്നെ എന്താ ബാക്കി? കുറെയൊക്കെ വിറ്റു. എന്നാലും മാധവൻകുട്ടിയെ പോലെ തർപ്പണം വെച്ചില്ല ഗോപി. അത് പറയണല്ലോ. വിറ്റത് കുറേശ്ശെ കുറുപ്പിന്റെ കയ്യിലെത്തി അല്ലേ? എന്റെ കണ്ട മാപ്പിളാരുടെ കയ്യിൽ പോളാന്ന് വെച്ച് ഞാൻ നുള്ളി നുറുമ്പി തിരിസംഖ്യ ഒപ്പിച്ചു കൊടുത്ത് ചില കഷ്ണങ്ങളൊക്കെ വാങ്ങി. അമ്പലത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. നാണോ? പിന്നെ സുഹൃതക്ഷയം, അല്ലാതെ എന്ത് പറയാൻ. തലയ്ക്ക് സുഖമില്ലാത്ത തന്തയെ കൊണ്ട് മരുമക്കള് പലതിലും ഒപ്പിടിച്ചു. വിധിയാവുന്നത് വരെ കമ്മീഷന്റെ കയ്യിലാ കണ്ണായ പറമ്പുകളൊക്കെ. ഫുഡിട്ട് അധിക നേരമായില്ല. ഇതെപ്പോഴും ആവാം. ഫോറിനാവും. ഇവിടെയും കിട്ടും. കുപ്പിക്ക് 100-300 രൂപയാവും. 300? എന്റെ ദൈവമേ. കുടിക്കണം. ഗോപി പ്രത്യേകം അന്വേഷിച്ചു. ഞാൻ ചെന്ന് വിവരം പറഞ്ഞു. തൃശ്ശൂർക്ക് പോകുമ്പോ ഞാൻ ശീമത്തരം ചിലതൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു സാധനം തന്നെ. ഉദ്യോഗോ അതോ സ്വന്തം ബിസിനസ്? ചെറിയ ജോലിയുണ്ട്. കുടിക്കൂ. ഒരു കുപ്പി റാക്ക് നിന്നണിപ്പി കുടിക്കുന്ന ആളാന്നുള്ള പേര് പണ്ടേ കുറുപ്പിനുണ്ടല്ലോ. അല്ല, എന്റെ പേരിൽ. കുടിക്കൂ. ഇന്ന് കുറുപ്പിന്റെ ദിവസമാവട്ടെ. ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും. എണീക്കൂ. എണീറ്റ് നിൽക്കാൻ. കുറുപ്പേ, ഓർമ്മിച്ച് പറയണം. എന്നെ നോക്ക്. പണ്ടൊരു മാല കെട്ട കേസില്ലേ, കുളക്കടവിലെ മാല, അതിനെന്താ വില? അതിപ്പോ കുറുപ്പിനെ ഞാൻ ഏൽപ്പിക്കാം. അത് പിന്നെ കിട്ടി. തോട്ടത്തിലെ വഴിയിൽ വീണ് കിടക്കുന്നത് പണിക്കാരത്തി കണ്ടു. വെറുതെ രാജന്റെ പേരിൽ. വീട്ടിൽ എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും മരിച്ചു. ഏട്ടൻ പാടത്ത് പണിക്ക് പോകും. നീ എന്തേ പഠിക്കാനൊന്നും പോയില്ല? 7 വരെ. അപ്പോഴാ അച്ഛൻ മരിച്ചത്. അച്ഛന് കോടതിയിൽ ശിപ്പായി പണിയായിരുന്നു. കുറുപ്പേ, പാടത്ത് വെച്ച് കുറുപ്പ് ഒരു ചെറുമനെ ഇടിച്ച കഥ കേട്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോകുമ്പോ ചാളയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു ഇല്ലേ? ഇപ്പോഴും ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല അല്ലേ? ഈ കൈയുണ്ടോ? ഞാൻ കമ്പി വളച്ചിട്ടുണ്ട്, ഇഷ്ടിക ചുമന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞതിനൊക്കെ മാപ്പ് തന്നു എന്ന് ഇവിടുന്ന് പറഞ്ഞാലേ കുറുപ്പ് ഇവിടുന്ന് പോകും. പറയേണ്ടത് നന്ദിയാണ്. അച്യുതൻ നായരെ, ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. അയ്യോ, ഞാൻ ഈ നിലയിൽ ചെന്നാൽ നാരായണി. അത് പറ്റില്ല. ക്ഷണിച്ചവർക്കൊരു ചുമതലയുണ്ടല്ലോ. പോണം. വണ്ടി എടുത്തോളൂ. വീട്ടിൽ വേണ്ടെങ്കിൽ അങ്ങാടിയിൽ വിട്ടോളൂ.
എനിക്കകത്ത് വരാൻ തമ്പുരാന്റെ ശ്രമം ഉണ്ടാവും. വരണം. ഞാനാണ് മാധവൻകുട്ടി. അറിയാം, അകത്ത് വരണം. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ഞാനും. പറമ്പും നിലവും പോയാലും ഞാൻ ഇപ്പോഴും മേലെ പറമ്പിലെ മാധവൻകുട്ടി തന്നെയാണ്. എന്നെ തരാൻ ഇവിടെ ഒരു മുതലാളിമാരും വളർന്നിട്ടില്ല. മാധവൻകുട്ടി, ഒന്നുകിൽ അകത്ത് വാ, അല്ലെങ്കിൽ വീട്ടിൽ പോ. എന്നാ നീ കൽപ്പിക്കണം. നിങ്ങൾ ദയവായി ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതിന് വിരോധമില്ല. ബോധമുള്ളപ്പോ വന്നോട്ടെ. നിവർന്നു നിൽക്കാൻ കഴിയുന്ന നേരത്ത് വന്നാൽ നമുക്ക് നോക്കാം. മാധവൻകുട്ടി, എന്താ മേനോനെ വരാൻ വരാൻ. ഇരിക്കൂ. ഏട്ടൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാണ് ഇറങ്ങിയത്. ബംഗ്ലാവിൽ വന്നില്ലേ? ബംഗ്ലാവ്? ഇവിടങ്ങളിൽ അതിന് രാജന്റെ ബംഗ്ലാവ് എന്നാ പറയാറ്. ബംഗ്ലാവ് അതൊരു ചെറിയ വീടാണ്, അത്രയ്ക്കേ ആവശ്യമുള്ളൂ. കയറിയിരിക്കൂ. ഇങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഇവിടെ മതി. ചാരുവടി പൊളിഞ്ഞിരിക്കുന്നു, മുണ്ട് കീറണ്ട. പക്ഷേ തൂണുകൾക്കൊന്നും ക്ഷീണം പറ്റിയിട്ടില്ല. ഈ തൂണിന് പ്രത്യേകിച്ച്. ഒരു വ്യത്യാസവും ഇല്ല. 2 ദിവസമായി നാമജപം തുടങ്ങിയിട്ട്. കഥകളിപ്പദം തുടങ്ങിയ പിന്നെ അത് തന്നെയായി കുറച്ച് ദിവസം. ചിലപ്പോ മാസങ്ങളോളം മിണ്ടാതിരിക്കും. ഇരിക്കൂട്ടോ, വല്യമ്മ വിളിക്കുന്നു. ഇപ്പൊ വരാം. ഞാനിവിടെ ഉണ്ട്. ഇപ്പോ കണ്ണ് കാണുന്നില്ല തീരെ. പഴയ നിർണയം വെച്ച് കുളിമുറി പോവും, വന്ന് കിടക്കും. നടക്കാൻ വിഷമുണ്ടെങ്കിൽ എന്നെ അകത്തേക്ക് വിളിക്കായിരുന്നില്ലേ? ഇരുന്നോളൂ കേട്ടോ. രാവിലെ ആയ ഗോപി കോടതിയും കേസുമായിട്ട് ഇറങ്ങും. എനിക്കൊക്കറ്റിന് ഇവളുടെ സഹായം വേണം. മുകളില് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും കൂടി പറ്റണില്ല. പാവം എന്റെ കുട്ടിക്ക്. അവളുടെ മനസ്സ് നന്നായിരുന്നു. മാളുവിന്റെ ആ ഗുരുത്ത ജന്മാന്തരം നിനക്കും ഉണ്ടാവും. ഇവളുടെ കൂടെ കളിച്ച് നടന്ന കുട്ടിയായിരുന്നു അമ്മിണി. അതിനെന്തേ ആവോ ഇങ്ങനൊരു ദുർബുദ്ധി തോന്നാൻ? ഒക്കെ ഓരോരുത്തരുടെ തലയിലെഴുത്തെന്ന് പറഞ്ഞാ മതി. ഇവരുള്ളോളെ ഒരു വഴിക്കാക്കിയിട്ട് കണ്ണടച്ചാ മതി എന്നാ എന്റെ പ്രാർത്ഥന. അതിനാശ അവനിട്ടു നേരവും ഇല്ല. ഞാൻ മേക്കഴുകിയിട്ടില്ല കുട്ടി. മാളൂന്റെ മോൻ നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ടോ? വേണമെങ്കിലൊന്ന് തൊട്ടു നോക്കിയോളൂ. ഞാൻ ഇനിയും വരാം വല്യമ്മേ. ഞാൻ നാളെ രാവിലെ വരാം. ഗോപിയോട് പറയും. എന്നാൽ ഉണ്ണാൻ സമയത്ത് വരണം. നാളെ എപ്പോ വന്നാലും വേണ്ടില്ല. നാളെ എന്റെ പിറന്നാളാണ്. അതാ ഊണിന്റെ കാര്യം പറഞ്ഞത്. ഊണ് ഇവിടെ തന്നെ ആക്കാട്ടുവോ? നിങ്ങളുടെ ഒക്കെ സ്ഥിതിക്കുള്ള സദ്യ ഒന്നും ഉണ്ടായില്ല. ശാലും എന്ത് സ്ഥിതി വല്യമ്മേ? ഇവിടുന്ന് ആഹാരം കുറെ കഴിച്ചതല്ലേ. ഞാൻ വരാം.
ഞാൻ വരുന്ന വഴി തന്റെ വീട്ടിൽ കയറി. എവിടെ നിന്ന് കിട്ടി 2 കാര്യസ്ഥന്മാരെ? ആളില്ലെന്ന് പറഞ്ഞ് കഥ കടച്ചു. ആരാ എന്താ ഒന്ന് അന്വേഷിക്കണ്ടേ? ഒന്ന് ഡ്രൈവറാണ്, പയ്യനെ അബു ഏർപ്പാട് ചെയ്തതാണ്. അബുവിനെ അറിയില്ലേ? തന്റെ വീട് പണിയുടെ കരാറുകാരൻ. കരാറുകാരനൊന്നുമല്ല, എലിമെന്ററി സ്കൂളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 5-ലാവുമ്പോ 2-ൽ. ഓ, ചാവക്കാട്ടുകാരൻ മാപ്പിളയുടെ. അതെ. അയാൾ ദുബൈയിലല്ലേ? അടുത്ത് തന്നെ. കാശുകാരനാണോ? എല്ലാവരും ചെറിയ തോതിൽ കഴിയുന്നു. നാട്ടിലയക്കാൻ എന്തെങ്കിലും മിച്ചം കിട്ടും. വാ, വീട്ടിൽ കയറിയിട്ട് പോവാം. ഞാനവിടെ കയറി വല്യമ്മയെ കണ്ടു. വല്യമ്മ നാളെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ഗോപി സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ്, ഇൻക്വസ്റ്റ്, അവരുടെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. ഡെഡ് ബോഡി അധികം വെച്ച് താമസിപ്പിക്കാതെ ഞാൻ തന്നെ വേണ്ടതൊക്കെ ചെയ്തു. വിവരത്തിന് എഴുതാൻ എനിക്ക് തന്റെ മേൽവിലാസം അറിയണ്ടേ? വിവരം കിട്ടി. മാധവൻകുട്ടി കാണാൻ വന്നു. അങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു. എന്നോട് സംസാരിക്കില്ല. അപ്പുമേനെ മരിച്ച ഉടനെ അവന്റെ താളം തെറ്റി. അന്ന് ശ്രീദേവിയുടെ കാര്യം ഞാൻ നിർബന്ധിച്ചാണ്. നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവട്ടെ, ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് ഓരോ അവധി പറഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ എല്ലാം കുട്ടിച്ചോറായപ്പോൾ വരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ്. ആദ്യം അവളുടെ ഭാഗം തിരിച്ച് റേസ് കഴിക്കണം, പിന്നെ കല്യാണം. ഗോപി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വഴിമാറിയേ. സ്വത്ത് വിറ്റ പണം കൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്ത് സ്ഥിരതാമസമായിരുന്നില്ലേ? ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ ഒരു കൂത്താട്ടം ഞാൻ നേർക്കുനേരെ കണ്ടു. നമ്മളാരും അത്ര സാത്വികന്മാരൊന്നുമല്ലല്ലോ. പക്ഷേ രാജൻ, കുടിയിരിപ്പിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും ചവിട്ടിലെത്തില്ലേ? ഞാൻ പിന്നെയും അവനു വേണ്ടി വാദിച്ചു. വല്യമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ശ്രീദേവി അവൾക്കിഷ്ടമായിട്ട് ഇത് നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു, ആലോചനയുടെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു. ഒരു ചങ്ങാതിയുടെ കടമ വിചാരിച്ചു മാത്രം. നടക്കട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ. അത്ര മറവിയൊന്നുമില്ല. അതല്ല, വിസ്റ്റേഴ്സ് ആളും ബഹളും ഒക്കെ ആവുമ്പോ തിരക്കും ബന്ധപ്പാട് ഒഴിവാക്കാനല്ലേ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത്. ഞാൻ എത്തിക്കോളാം. താങ്ക് യു. അച്യുവൻ നായർ കിടന്നില്ലേ? കിടക്കാം. പായ തലയണ എല്ലാം ഉണ്ടോ? അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഉണ്ട്. സാർ, എനിക്ക് ഒരു സഹായം ചെയ്യണം. സാറിന് അവിടങ്ങളിലൊക്കെ പരിചയക്കാരുണ്ടാവുമല്ലോ. എന്റെ മകനുണ്ട് അവിടെ. ഏത് സ്ഥലത്ത്? അറിയില്ല. പോയ പിന്നെ ഒരു വിവരമില്ല. 2 വണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുത്തനേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അവനിവിടെ പഠിക്കാം. ഇവിടെ തന്നെ വല്ല ഉദ്യോഗവും നോക്കാം. പറഞ്ഞാ കേക്കണ്ടേ? ആരൊക്കെയോ പറഞ്ഞ് പിരികേറ്റി അവൻ പോയി. ഞാൻ ഇത്തിരി ഗുണദോഷിച്ചപ്പോ അച്ഛന് മനസ്സുണ്ടെങ്കിൽ ഒരു 2000 ഉറുപ്പ്യ കടം തന്നാ മതി, പലിശ അടക്കം വീട്ടിക്കോളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പിന്നൊരു വിവരവും അറിഞ്ഞില്ലേ? പെണ്ണായിട്ട് അവന്റെ അമ്മ കിടപ്പിലായപ്പോ അവളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറെ കളവ് പറഞ്ഞു. കത്തുണ്ട്, പണം വന്നു, വരാൻ പറഞ്ഞ് കമ്പി അടിച്ചൂടെ എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചത്. വന്നോന്നറിയാൻ പിന്നെ ബോധം തെളിഞ്ഞില്ല. അതൊരു ഭാഗ്യായി. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കും. തിരിച്ചു ചെല്ലട്ടെ. മകന്റെ പേര്? പി. ചന്ദ്രശേഖരൻ.
അന്വേഷിക്കാം. പണം കൊടുത്തു, പിറ്റേന്ന് പുറപ്പെടുകയാണ്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു അവസാനത്തെ കത്ത്. കാശും പണവും ആയപ്പോ നാടും വീടും ഒക്കെ മറന്നതാവും. ചിലരങ്ങനെയുണ്ടല്ലോ, ആര് കണ്ടു. ഒരു കമ്പിയുണ്ട്. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ആയിരിക്കും ശകുനം. എങ്ങോട്ടാണാവോ? എങ്ങോട്ടുമല്ല. പിന്നെ ആര്യാടെ തെങ്ങുംപറമ്പ് കൊടുക്കണുണ്ട്. 1 ഏക്കർ 40 സെന്റ്. 1500 തേങ്ങയ്ക്ക് ആരോടും ചോദിക്കണ്ട. ഞാനങ്ങനെ തടുത്തു പിടിച്ച് വച്ചേക്കുക. നമുക്കൊന്ന് അടിക്കുക. വേണ്ട. അതുപോലൊരു പറമ്പ് ഈ ദേശത്തില്ല. ആചാര്യത്തിരി ടൈറ്റില്ല. അടിക്കുവാണെങ്കിൽ ഇപ്പൊ അടിക്കണം. എനിക്ക് പറമ്പും വേണ്ട, പാടവും വേണ്ട. അല്പം സ്വൈരം തരൂ. രാജേട്ടാ രാജേട്ടാ രാജേട്ടാ, എന്നെ അറിയില്ലേ? വടക്കുമുറിയിലെ ചാത്തുകാരുടെ. ഓഹോ, എന്താ? എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പണിയാക്കി തരൂ. ഇവിടെ മടുത്തു. എത്ര വരെ പഠിച്ചു? SLC തോറ്റു. പിന്നെ പിന്നെ എഴുതി തോറ്റു. കണക്കിന് ഞാൻ ജയിക്കില്ല. പഠിച്ചാ ഒന്നും തലേ കയറില്ല. ഓഹോ, വേറെ വല്ലതും അറിയൂ? ആശാരിപ്പണി, കൽപ്പണി, കോൺക്രീറ്റ് പണി? അത് നമ്മൾ നായന്മാർക്ക് പറഞ്ഞല്ലോ. എന്നാലേ കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പഠിക്കേ. ദിവസം 10 രൂപ കിട്ടില്ലേ നാട്ടിൽ? അതും നമ്മൾ നായന്മാർക്ക് പാടില്ലെങ്കിൽ എന്താ വീട്ടുപേര്? ഞാൻ വടക്കുമുറിയിലെ വടക്കുമുറി തറവാട്ടിന്റെ മഹത്വം പറഞ്ഞ് തെക്കും വടക്കും നടന്നു. ഇതൊന്നും വയ്യെങ്കിൽ വരൂ വരൂ. ഇത് വല്യമ്മാവയാണ്. രാജന് ഓർമ്മയുണ്ടാവോ? ഇരിക്കുക. വല്യമ്മയുടെ നേരെ മൂത്ത ആള്. ഇപ്പോ തറവാട്ടിലെ വലിയ കാരണവരെന്നൊക്കെ പറയാം. കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. വല്യമ്മാവ അക്കരെയാണ് താമസം. ഭാര്യ വീട്ടില് കുറച്ച് കൃഷിയുണ്ട്. മേഞ്ചിലവിനുള്ളത് തോട്ടത്തിന് കിട്ടും. അങ്ങനെ വല്യമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. വാദത്തിന്റെ അക്ഷരം വല്ലാണ്ടുണ്ട്. നടക്കുന്ന വേണം അവിടുന്ന് ഇങ്ങോട്ടേ. ഗോപി രാവിലെ ആളെ അയച്ചപ്പോ വരണോ വരണ്ടോ സംശയിച്ചു. ചെറിയൊരു വിശേഷം ഉണ്ടായാൽ മതി. വല്യമ്മയ്ക്ക് എല്ലാരെയും വിളിച്ചു വരുത്തണം. ഏട്ടാ, ഇല വെച്ചിരിക്കുന്നു. എല്ലാരെയും വിളിക്കൂ. പണ്ടൊരു പിറന്നാള്, ചോറൂണ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കല്യാണ സദ്യയുടെ മട്ടൊക്കെ ഉണ്ടാവും. 3 പറ അരി, 2 പന്തിക്ക് ഇരിക്കാൻ ആളകത്ത്, പണിക്കാരുടെ ഒരു പട, സർവാണി സദ്യക്ക് കൂടി വലിയ പടം. എനിക്ക് രാജന് 100 കൂട്ടം തിരക്കുണ്ടാവും. 3 മണിക്ക് എന്റെ വക്കീലും വരും. കൃഷ്ണമ്മാവന്റെ ആത്മാവായി ഇവന്. എല്ലാ കോടതിയിലും കേസുണ്ടെങ്കിൽ സന്തോഷായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി ഒപ്പമാണെന്ന് ചിലർ പഠിക്കണം. കരിങ്കറപ്പാടം ഒഴിപ്പിച്ചു വാങ്ങാനാവില്ലെന്ന് എത്ര പേര് പന്തയം വെച്ചു. ഇപ്പോഴോ? കേസിന് ചിലവായ പണം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി ഭൂമി വാങ്ങായിരുന്നു. കോടതിക്കാര്യം തുടങ്ങിയാൽ ഊണിന്റെ സമയം തെറ്റും. എണീക്കണുണ്ടോ? നമുക്കുണ്ണാം. ഞാൻ മേനത്തിരിക്ക് എവിടേക്ക് നടന്നു? നിനക്ക് നിന്റെ കാശ് വേണം അല്ലേ? എത്രയാ വാങ്ങിയത്? 50. 50 കൂടി എടുക്ക്. തെക്കേ അതിരിലെ മാവിന് 150 പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. നീ 100-ന് എടുത്തോ. കാശെടു.
അതിനു മേനെ അത് മരപ്പണിക്കുള്ള. തലയെ കെട്ടഴിച്ച് വർത്തമാനം പറ. കാശും പണവും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും മേലെ പെരയിലെ മാധവൻകുട്ടിയാനാണ്, അറിയോ? കച്ചവടക്കാരെ കണ്ടുപിടിക്കാൻ നേരമില്ല. നഷ്ടം ഞാൻ സഹിച്ചോളാം. 50 എന്ന് കണക്ക് തീർത്തോ, മാവ് മുറിച്ച് വിറ്റോ. ഉള്ളതെട്. ബാക്കി എപ്പോഴാ എത്തിക്കാം? 100 രൂപയ്ക്കൊന്നും ഇല്ലാട്ടോ മേനെ മാവ്. കടന്നു പോടാ. എടാ കുഞ്ഞിക്കോരാ, എവിടെ ആയിരുന്നടാ നായ ഇത്ര നേരം? ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വാ. അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അതും. ഓടാ. കുറച്ചുകൂടി. വേണ്ട, എനിക്ക് സ്വതവേ മധുര അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴല്ലേ കഴിക്കുമെന്ന്. നാടൻ സദ്യ ദുബായിൽ കിട്ടില്ലല്ലോ. മധുരം തുടരുതെന്ന് ആ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്നും നോക്കാറില്ല.